ഇന്ന് രാവിലെ കാരേക്കൂടി നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ പതുക്കെ വണ്ടി ഓടിച്ച് മെല്ലെ മെല്ലെ തഞ്ചാവൂരെത്തി. ഉച്ചയായപ്പോൾ തമ്പി വിലാസിൽ ചെന്ന് അവിടുത്തെ ഊണാ കഴിച്ചത്. നാട്ടുകോഴി മീൽസും ക്രാബും മട്ടൺ ബിരിയാണിയും ഒക്കെ ആയിട്ട് കുശാലായിട്ട് ഊണ് കഴിച്ച് ഇച്ചിരി റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ബൃഹദീശ്വര ടെമ്പിൾ കാണാൻ പോയി. ഇത് ചോള ഡൈനാസ്റ്റിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ ഐഡൻറ്റിഫൈ ചെയ്ത ഈ ടെമ്പിളിന് നിഴലില്ല. നിഴലില്ലാത്തതല്ല, അതിൻ്റെ നിഴൽ തറയിൽ വീടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കാരണം ചോള രാജാക്കന്മാരെല്ലാം ശിവൻ്റെ ഭയങ്കര കട്ട ഡിവോട്ടീസ് ആയിരുന്നു. രാത്രി ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും ടെമ്പിൾ ഒന്നും കൂടെ നല്ല ഭംഗിയായി കേട്ടോ. അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ ഗ്രാനൈറ്റിൽ പണിത ഈ ടെമ്പിൾ കാണുമ്പോഴത്തേക്കും ഞാൻ ഓർത്തത് അന്നത്തെ ആൾക്കാരുടെയൊക്കെ ഒരു സ്ട്രക്ചറൽ എക്സ്പെർട്ടീസും എൻജിനീയറിങ്ങിൻ്റെ എക്സലൻസും ഒക്കെയാണ്. ഇന്ന് ഇത്രയും മെഷീനറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും പെർഫെക്റ്റ് ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ എന്തോരം ബുദ്ധിമുട്ടുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു മാഗ്നിഫിസൻറ്റ് കൺസ്ട്രക്ഷൻ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട്, മനുഷ്യരാശി മുൻപോട്ട് പോകും തോറും ബുദ്ധി, വിവേകം, സ്നേഹം, പരസ്പര ബഹുമാനം, സംസ്കാരം ഇതെല്ലാം കീഴ്പോട്ടാ, മേൽപോട്ടല്ലാന്ന്. സന്ധ്യ കഴിഞ്ഞ് കുറേ നേരം കൂടെ അവിടെ ഇരുന്ന് അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം തഞ്ചാവൂർ തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരമൊക്കെ കഴിച്ചു. കുട്ടികൾ എന്നത്തെ പോലെ നൂഡിൽസ് ഓർഡർ ചെയ്തു. അമ്മ മിച്ചം വന്നത് കഴിച്ചു. പിന്നെ റോസ് മിൽക്കും പാൻ ഷോട്ട്സും ഒക്കെ കുടിച്ച് അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് തീർത്തു. അത് പറഞ്ഞില്ലല്ലോ, റോസാപ്പൂ കൊണ്ടുള്ള ഒരു സ്വീറ്റും കൂടെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം നാളെ കാണാം.